നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും. ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് ആരുമായിട്ടാണോ കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുക. നേരത്തെ പറഞ്ഞ വിഷയത്തിന്റെ ബാക്കിയാണ്. ആരോടൊപ്പം നമ്മൾ കൂട്ടുകൂടുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പഴയ ചങ്ങാതിയല്ലേ, പഴയ കമ്പനിയല്ലേ? അല്ല, പഴയ കമ്പനിയിൽ നിന്ന് അള്ളാഹു പുതിയ ഹിദായത്തിലേക്ക് നിന്നെ നയിച്ചുവെങ്കിൽ പിന്നെ ആ റോഡിന്റെ അരികിൽ പോയി ഇരിക്കരുത്, ആ ക്ലബിൽ പോയി ഇരിക്കരുത്. ഏതുവരെ? അവൻ അത് മാറ്റി ദീനിലേക്ക് വരുന്നവരെ. പഴയ കൂട്ടുകെട്ടല്ലേ എന്ന് പറഞ്ഞ് പഴയ ബന്ധം സ്ഥാപിക്കാൻ പോയ എത്രയോ ആളുകളുണ്ട് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആരോടൊപ്പം കൂട്ടുകൂടണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. സുഹൃത്തിന്റെ ദീനിലായിരിക്കും നാം. മതനിഷേധികൾ, ദീനിനെ പരിഹസിക്കുന്നവർ, അവരോടൊപ്പം കൂട്ടുകൂടിയാൽ കുറച്ചു കാലം കൊണ്ട് ആ അവസ്ഥയിലേക്ക് എത്തും. പല ആളുകളും ന്യായം പറയും, ഓനെ നന്നാക്കാനാണ്, ഓ നന്നായാൽ അൽഹംദുലില്ലാ, നീ കേടുവരാൻ പാടില്ല. നമ്മൾ നമ്മുടെ ഹിദായത്തിനെ കുറിച്ച് ഭയപ്പെടണം. മറ്റോനെ നന്നാക്കൽ അള്ളാഹു നിനക്ക് നിർബന്ധ ബാധ്യതയായിട്ട് ഏൽപ്പിച്ചിട്ടില്ല. സാധിക്കുകയാണെങ്കിൽ ചെയ്താൽ മതി. സ്വയം ഉരുകിയിട്ട് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്ന മെഴുകുതിരി പോലെ ആവരുത്. അങ്ങനെ ആവരുത്. അല്ലെ, അവനവൻ ഉരുകിത്തീരെ അവനവന്റെ ദീന് മുഴുവൻ നശിപ്പിക്കുക, എന്നിട്ട് മറ്റോന് ദീന് പറഞ്ഞു കൊടുക്കുക, അവസാനം രണ്ടും നശിക്കും. അങ്ങനെ ആവരുത്. അതുകൊണ്ട് ആരോടൊപ്പം കൂട്ടുകൂടുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, നമ്മുടെ മക്കളുടെ കാര്യത്തിലും ശ്രദ്ധിക്കണം. ഓനിങ്ങനെ പോവും, രാവിലെ പോവും, ഏതെങ്കിലും ഒരുത്തന്റെ ബാക്കിൽ പോവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തന്റെ ബാക്കിൽ ഇരുത്തിയിട്ട് പോവും. ഏതെങ്കിലും ഒരുത്തനല്ല, ആരാണെന്ന് അറിയണം. ആരുടെ കൂടെയാണ് മോനെ മോളെ നീ പോയത് ചോദിക്കണം. എത്ര സ്ത്രീകൾ, പെൺകുട്ടികൾ ഒരു ചിന്തയുമില്ലാതെയാണ് സ്കൂളുകൾക്ക് മുന്നിൽ പലപ്പോഴും നമ്മൾ കാണുന്നത്. ഏതൊക്കെയോ കൂട്ടുകാർ, ആണും പെണ്ണും മോരും മുതിരിയും കറി വെച്ച പോലെ ഉണ്ടാവും, ഒരു വെല്ലും ബ്രേക്കുണ്ടാവില്ല. ഇങ്ങനെ ആവരുത്. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ പറഞ്ഞു കൊടുക്കണം, മോനെ ദീനിനും ദുനിയാവിനും ഉപകാരപ്പെടുന്ന ആളുകളായിരിക്കണം നിന്റെ കൂട്ടുകാരൻ. നമ്മുടെ ഭാര്യമാർക്കും പറഞ്ഞു കൊടുക്കണം, സഹോദരിമാർക്കും പറഞ്ഞു കൊടുക്കണം. ഒരുപാട് കൂട്ടുകെട്ട് ഉണ്ടാക്കുക എന്നതല്ല. അല്ലെ, ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഫേസ്ബുക്കിലും അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലും ധാരാളക്കണക്കിന് ഫ്രണ്ട്സ് ഇങ്ങനെ വർദ്ധിക്കുക എന്നതിന്റെ അർത്ഥം അവരെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ഇങ്ങനെ ആളെണ്ണം കൂട്ടുന്നതിനനുസരിച്ചിട്ട് അവരുടെ കാര്യത്തിലുള്ള ചോദ്യം വരും. 5000 ആൾക്കാരുണ്ടെങ്കിലോ ഇവൻ അയച്ചതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, അതിനൊക്കെ നമ്മൾ മറുപടി പറയണം. അതുകൊണ്ട് കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ജലീസി സാലിഹി വസ്സൗ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ കീർ, നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണം സുഗന്ധം വിൽക്കുന്ന ഒരുവന്റെയും ഉലയിലൂതുന്ന കൊല്ലന്റെയും ഉദാഹരണം പോലെയാണ്. കസ്തൂരി ചുമക്കുന്ന സുഗന്ധം വിൽക്കുന്ന ഒരുവൻ ഫഹാമിലുൽ മിസ്ക് ഇമ്മാ അൻ യുഹ്ദിയക വഇമ്മാ അൻ തബ്തഅ മിൻഹു വഇമ്മാ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ. കസ്തൂരി ചുമക്കുന്ന സുഗന്ധം വിൽക്കുന്ന ഒരാൾ, അയാളെ നീ കൂട്ടുകാരനാക്കിയാൽ ഒന്നല്ലെങ്കിൽ അയാൾ നിനക്ക് ഹദിയ നൽകും, എപ്പോഴെങ്കിലൊക്കെ ഒരു അത്തറ് വരും തേച്ചോന്ന് പറഞ്ഞിട്ട്, അതല്ലെങ്കിൽ അവനിൽ നിന്നും പൈസ കൊടുത്ത് നിനക്ക് വാങ്ങാം. ഇനി ഒന്നും അല്ലെങ്കിലോ അവൻ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ തന്നെ നല്ല മണം ഉണ്ടാവും, നല്ല സുഗന്ധം, ഇതെങ്കിലും കിട്ടും. നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം ഇങ്ങനെയാണ്. ഒന്നല്ലെങ്കിൽ അവൻ നിനക്ക് എപ്പോഴും നസീഹത്ത് തന്നുകൊണ്ടേയിരിക്കും, നിനക്ക് നല്ല ഉപദേശം തരും. 10 മണി കഴിഞ്ഞാലും വീട്ടിലേക്ക് പോണ്ട, എന്തിപ്പത് ഏത് കാലത്താ ജീവിക്കുന്നത്, 10 മണിക്കലുണ്ടോ വീട്ടിലേക്ക് കയറല്. നല്ല കൂട്ടുകാരനാണെങ്കിലോ ഇശായിന് ശേഷം വെറുതെ വർത്താനം പറഞ്ഞു നിൽക്കണ്ട, നമുക്ക് വരിയിലേക്ക് പോവാം, പോയി കിടന്നുറങ്ങിയാ അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ തഹജ്ജുദിന് എണീക്കാം, സുബീക്ക് എണീക്കാം. മറ്റോ നേരെ തിരിച്ചായിരിക്കും, 10 മണിക്കൊന്നും പോകാൻ പാടില്ല. അതൊക്കെ ഏത് കാലത്താണ്? എന്നിട്ട് അവനെ പിടിച്ചിരുത്തും 12-1 മണി വരെ. മറ്റോ നേരെ തിരിച്ചായിരിക്കും, ഉപദേശങ്ങൾ തരും. പോയിക്കോ, കിടന്നുറങ്ങിക്കോ, രാവിലെ എഴുന്നേറ്റോ, തഹജ്ജുദ് നിസ്കരിച്ചോ, സുബീക്ക് ജമാഅത്തിന് കാണൂലേ എന്നൊക്കെ ചോദിക്കും. ഇനി അതല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് ചോദിക്കാം, അങ്ങനെ ഒരു വിഷയമുണ്ട്, എന്തപ്പോ അതിൽ നമ്മൾ ചെയ്യുക? അപ്പോ നല്ല ഉപദേശം ഇങ്ങോട്ട് തരും. ഇനി ഒന്നും അല്ലെങ്കിൽ അവൻ വെറുതെ നിൽക്കുമ്പോഴെങ്കിലും ഇങ്ങനെ ഇടക്കിടക്ക് നസീഹത്ത് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. നല്ലത് മാത്രമേ അവന്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുള്ളൂ. ദിക്റുകളും റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മകളും ഇതൊക്കെ പുറത്തേക്ക് വരുള്ളൂ. നേരെ മറിച്ചോ മറ്റോനോ വനാഫിഖുൽ കീർ ഇമ്മാ അൻ യുഹ്രിഖ സിയാബക്, ഉലയിലൂതുന്ന കൊല്ലൻ അഥവാ മോശമായ കൂട്ടുകാരൻ, അവന്റെ ഉദാഹരണം ഉലയിലൂതുന്ന കൊല്ലന്റെ ഉദാഹരണമാണ്. അയാളുടെ അടുക്കൽ പോയി നീ ഇരുന്നാൽ അയാൾ ഇങ്ങനെ ഊതുന്ന സമയത്ത് അതിന്റെ തീപ്പൊരി നിന്റെ വസ്ത്രത്തിലേക്ക് പറ്റിപ്പിടിക്കും, വസ്ത്രത്തിന് ദ്വാരം വരും,
വസ്ത്രം കേടുവരും. വൈമ്മാ അൻ തജിദ റീഹൻ ഖബീസ, അതല്ലെങ്കിൽ വിയർത്ത് ഒലിച്ച ദുർഗന്ധമായിരിക്കും അയാളുടെ അടുക്കൽ നിന്നും വരിക. ഇതേപോലെയാണ് മോശമായ കൂട്ടുകാരൻ. ഒന്നല്ലെങ്കിലോ നമ്മുടെ വസ്ത്രം കേടാക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ കൽബ് കേടാക്കും. ഉള്ള കുഫറും ഷിർക്കും തോന്നിവാസങ്ങളും ഹറാമകളും പറഞ്ഞു 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 പറഞ്ഞ് കൽബ് കേടുവരുത്തും, ഹൃദയം നശിപ്പിക്കും. അതല്ലെങ്കിൽ അവന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ തോന്നിവാസങ്ങൾ മാത്രമേ വരുള്ളൂ. പേര് വിളിക്കൂല, തെറിയ വിളിക്കുക. എന്തെങ്കിലും പറഞ്ഞാൽ അതിന് 4 തെറി വേറെ ഉണ്ടാവും. മോശമായ വാക്കുകൾ മാത്രമേ വരുള്ളൂ. ഇത് 2 കൂട്ടുകാരുടെ ഉദാഹരണങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൻ. നല്ല കൂട്ടുകാരനും ചീത്ത കൂട്ടുകാരനും. ഒരു മനുഷ്യൻ, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ചിന്തിക്കണം, ഞാൻ ആരോടൊപ്പം നടക്കണം, ആരായിരിക്കണം എന്റെ കൂട്ടുകാരൻ, ആരോടൊപ്പം ഇരിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വിവേകം ബുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യമാണിത്. ഇത് നമ്മെ നമ്മുടെ ദീനിൽ ഉറപ്പിച്ചു നിർത്തും. ഇതിൽ നിന്ന് തെറ്റിപ്പോയാൽ ദീനിൽ നിന്ന് തെറ്റിപ്പോവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് കൂട്ടുകെട്ട് ഒരുപാട് ആൾക്കാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. നിരീശ്വരവാദത്തിലേക്കും നിർമ്മതവാദത്തിലേക്കും അങ്ങനെയുള്ള ഷിർക്കൻ കുഫ്റൻ വിശ്വാസത്തിലേക്കും ആളുകൾ എത്തിപ്പെടാൻ കൂട്ടുകെട്ട് വലിയ കാരണമായിട്ടുണ്ട്. എത്രയോ അനുഭവങ്ങളുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.